ഹലോ! എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും മനസ്സിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് അല്ലേ? കാരണം എന്താ കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, നമ്മൾ തിരുവോണത്തിൻ്റെ അന്നത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ടുള്ള ഏറ്റവും വലിയൊരു പൂക്കളാണ് അന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ എന്നും പറയുന്നതൊക്കെ തന്നെ ദോശയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് നേദിച്ച അടയുണ്ട്. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് രാവിലെ തന്നെ കേട്ടോ. എല്ലാ വർഷവും നമ്മളുടെ ഓണം വ്ളോഗിൽ നിന്ന് ഒരു സംഭവം നല്ല പോലെ മിസ്സിംഗ് ആണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ തൃക്കാക്കരപ്പനെ ഈ വർഷം വെച്ചിട്ടില്ല. ആ കാരണങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഉത്രാടത്തിൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഓക്കെ, ഈ വർഷം ഇങ്ങനെ ആവട്ടെ അല്ലേ. അപ്പോൾ അച്ഛനെയും അമ്മേനെയും നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ചേച്ചി ഉണ്ണിയേട്ടനൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മാമ്മ പിന്നെ തലേ ദിവസം തന്നെ വന്ന കാരണം കൊണ്ട് പിന്നെ ആ ദിവസം തൃശ്ശൂർ അമ്മാമ്മയുടെ കുട്ടികൾ അവിടെയാണല്ലോ തൃശ്ശൂർ, അപ്പോൾ അവരുടെ അടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ വീട്ടിൽ കൂടാമെന്ന് വെച്ചു. അപ്പോൾ അതാ നമ്മളുടെ ഒരു തിരുവോണം ദിവസത്തെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ധാവണിയായിരുന്നു. നമ്മൾ 3 പേരും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടിയില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. നോക്കണം, നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. കാരണം എന്താ പറയുക, നമ്മൾ വിചാരിക്കും അന്നത്തെ ദിവസം നന്നായി നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു തിരക്ക് പിടിച്ച ദിവസമാവുമല്ലോ. ശരിക്കും എപ്പോഴും സംഭവിക്കുന്നതാണ്. ആ ഒരു ദിവസം നമുക്ക് നല്ല പോലെ ഒരുങ്ങാനോ ഇനിയിപ്പോൾ ഒരുങ്ങിയാൽ തന്നെ വീഡിയോസ് ഫോട്ടോസൊക്കെ കിട്ടാനോ തന്നെ ചിലപ്പം അങ്ങനെ കിട്ടിയെന്ന് വരില്ല അല്ലേ. കാരണം നമ്മൾ ആകെ തിരക്കായിരിക്കും ആ ഒരു ദിവസം. നമ്മൾ വീട്ടിലെല്ലാവരും ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നു പോകും. അതാണ് സംഭവിക്കുക. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളും കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ അങ്ങനെ ദാ ഉച്ചയ്ക്ക് സദ്യ കഴിക്കേണ്ട സമയമായിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വിളക്കത്ത് വിളമ്പും, അതായത് ഭഗവാന് എന്നുള്ള സങ്കല്പമാണ് ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ സദ്യയൊക്കെ വിളമ്പത്തിന് ശേഷമാണ് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അവിടെ സദ്യ വിളമ്പുക. അപ്പോൾ അതാ എല്ലാ ഒരുക്കങ്ങളും അതിന് വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കാണ്. എത്ര പെട്ടെന്ന് സദ്യയുടെ സമയമായെന്ന് അറിയില്ല. കാരണം തിരുവോണ ദിവസം തിരുവോണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കും. പക്ഷെ അതങ്ങ് പെട്ടെന്ന് വന്നെത്തി എങ്ങനെയാ പെട്ടെന്ന് കഴിഞ്ഞു പോകും. നമ്മൾ അറിയുന്നേ ഇല്ല എന്നുള്ള പോലെയാണ്. രാവിലെ ആവുന്നു, ഉച്ചയാവുന്നു, പെട്ടെന്ന് തന്നെ സദ്യ കഴിക്കുന്നു. അങ്ങനെ വളരെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇവിടെ സദ്യ വിളമ്പലിൻ്റെ തിരക്കലാണ് എല്ലാവരും കൂടിയിട്ട് കേട്ടോ. എല്ലാവരും എന്ന് പറയാൻ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഉള്ളവരെല്ലാവരും കൂടെ എപ്പോഴും ആ ഒരു ചൊല്ല് എപ്പോഴും എന്താ പറയുക, സത്യമാണല്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളത്. അതിപ്പോൾ എത്ര കുറച്ച് പേരാണെങ്കിലും എത്ര കുറേ പേരാണെങ്കിലും ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് നന്നായിട്ട് ആഘോഷമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് തന്നെയാണല്ലോ അതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്.
പറയാൻ വലുതായിട്ടൊന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞു ഓണം സെലിബ്രേഷൻ അതായിരുന്നു നമ്മളുടെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത്. അതും സജിത്തേട്ടൻ വന്നത് വളരെയധികം അനുഗ്രഹമായി എന്ന് തന്നെ പറയാട്ടോ. ഇല്ലച്ചെങ്കിൽ അത് നമുക്ക് വലിയൊരു വിഷമമായേനെ. കാരണം അവിടെ സജിത്തേട്ടൻ ഒറ്റയ്ക്ക്, ഇവിടെ നമ്മളൊരു അതെല്ലാം കൂടെ അതൊരു വിഷമാണ്. ഇതിപ്പോൾ കറക്റ്റ് സമയത്ത് ഓണത്തിന് സജിത്തേട്ടൻ എത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു കളറായി ഓണം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെയൊക്കെ ഒരു ഡ്രസ്സ് ഇട്ട സ്ഥിതിക്ക് നമ്മളുടെ വക ഒരു റീലൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു റീലൊക്കെ എടുത്തു. ഈ വർഷത്തെ ഓണത്തിന് എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ധാവണിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എനിക്കൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പ്രായത്തിൽ, കുട്ടികളുടെ ആ പ്രായത്തിൽ, സ്കൂളിൽ പോകുന്ന ആ ഒരു പ്രായത്തിൽ ധാവണി ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. അന്നൊക്കെ വിചാരിച്ചു കുറച്ചുകൂടി വലുതാവട്ടെ എന്ന് വിചാരിച്ചിരുന്നു. വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു അതിൻ്റെ പ്രായം കഴിഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ ലൈഫിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരമേ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്തായാലും എനിക്ക് കുട്ടികളുടെ കൂടെ അത് വേണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഓണത്തിന് അതും കൂടെ അങ്ങോട്ട് സാധിച്ചെടുത്തു. അപ്പോൾ എന്തായാലും പ്രാവശ്യം ധാവണിയൊക്കെ എടുത്ത് നമ്മൾ 3 പേരും കുറേ ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് അത്ര അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാറില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ സംഭവം. നമുക്ക് ഇനിയും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ നല്ലപോലെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടെൻഷൻ, അമ്മ ഇവിടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം, അച്ഛനും അമ്മ ഇല്ലാത്തതിൻ്റെ ടെൻഷൻ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയമ്മ ഉണ്ടെങ്കിൽ ചേച്ചി എന്ന് ഞാൻ പറയണത് ചെറിയമ്മേനാണ് കേട്ടോ. അപ്പോൾ ചെറിയമ്മ ഉണ്ടെങ്കിൽ പിന്നെ അമ്മ ഇവിടെ ഉള്ള പോലെ തന്നെയാണ്. എനിക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. എല്ലാ കാര്യത്തിനും ചേച്ചി തന്നെ ഉണ്ടാവും കൂടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു തിരുവോണം. നാട്ടിൽ അമ്മയും അച്ഛനും കൂടെ ഇല്ലാത്ത ആദ്യത്തെ ഓണമാണ്. അപ്പോൾ എന്തായാലും രാവിലെ നമുക്ക് അങ്ങനെ ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോഴേക്കും പൂക്കളൊക്കെ ഏകദേശമൊക്കെ വാടി തളർന്നിട്ടുണ്ട്. എന്നാലും അതെ, ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഇപ്രാവശ്യത്തെ ഓണമൊക്കെ? നന്നായോ? എന്തായാലും വലിയ മോശമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ആഘോഷിച്ചു എന്നൊക്കെ തന്നെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വ്ളോഗാണ് ഇപ്രാവശ്യത്തെ ഓണം വ്ളോഗ് എന്ന് പറയുന്നത്. കാരണം അധികം അങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത അടിപൊളി വ്ളോഗിനായിട്ട് കാത്തിരിക്കണം. അടുത്തത് അടിപൊളി വ്ളോഗായിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.